الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله والله غفور رحيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമോപദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോട് ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാവേണ്ട അവരുടെ ഹൃദയത്തിൽ, അവരുടെ മനസ്സിൽ സദാസമയത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു വികാരമാണ് അവർ ജനിച്ച, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടിനോടുള്ള സ്നേഹം എന്നത്. അത് മനുഷ്യ പ്രകൃതിയാണ്. ആ പ്രകൃതിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്ന നിരവധി പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊരു പ്രാർത്ഥന നമുക്ക് കാണാം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമീന. എന്റെ രക്ഷിതാവേ, ഈ നാടിനെ നീ ഒരു നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അതിലെ ആളുകൾക്ക്, അതിലെ ജനങ്ങൾക്ക് നീ ഉപജീവനമായി ഫലവർഗങ്ങൾ അവർക്ക് നൽകണമേ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവരിൽ അല്ലാഹുവിലും അതുപോലെ പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് അല്ലാഹു മറുപടിയായി പറഞ്ഞു, ഖല മൻ കഫറ. അല്ല, അത് അവിശ്വാസികൾക്കുമുള്ളതാകുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, നാടിനെ നിർഭയത്വമുള്ള നാടാക്കണമേ, ഈ നാട്ടുകാർക്ക് നീ ഭക്ഷണം നൽകണമേ. അപ്പൊ നാടിന് നിർഭയത്വം ഉണ്ടാവുക, മറ്റാരെയും ഭയപ്പെടാത്ത രീതിയിൽ ആ നാടിനും നാട്ടുകാർക്കും ആ രാജ്യത്തിന് പൊതുവെയും ജീവിക്കാൻ സാധിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ആഗ്രഹമാണ്, നേട്ടമാണ്. അതിനുവേണ്ടിയാണ് അവൻ നിലകൊള്ളുന്നത്. അത് അവന്റെ ഈമാനിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് സ്വന്തം നാട് വിട്ടു പോകാൻ പറഞ്ഞാൽ, മറ്റെന്ത് മനുഷ്യൻ സഹിച്ചാലും നാട് വിട്ടു പോകണം എന്ന് പറയുമ്പോൾ അത് അസഹനീയമായി മനുഷ്യർക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഹിജ്റ ഒരു വലിയ മഹത്തായ സംഗതിയായിട്ട് മാറുന്നത്. നാടിനോട് ആൾക്ക് താല്പര്യമില്ലെങ്കിൽ, നാട് ഒരു പ്രസക്തമായ സംഗതി അല്ലെങ്കിൽ, നാടിനോടുള്ള സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ഊട്ടപ്പെട്ടതല്ലെങ്കിൽ ഹിജ്റക്ക് അത്ര വലിയ പ്രാധാന്യം വരുന്നില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ യഖ്തുലൂ അൻഫുസകും വയഖ്റുജൂ മിൻ ദിയാരികും. നാം എങ്ങാനും നിയമമാക്കിയിരുന്നെങ്കിൽ, എന്ത് നിയമമാക്കുക?
അനിഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയണം. മനുഷ്യനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം. നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കൊന്നു തീരണം എന്ന് അള്ളാഹ് ഞാൻ വിധിച്ചിരുന്നെങ്കിൽ അത് എത്ര ആൾക്ക് ഇഷ്ടാവും? കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ സംഗതിയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയിക്കോളി, നിങ്ങൾ നാട് വിട്ട് പോയിക്കോളൂ, നിങ്ങൾ ഈ രാജ്യത്തുനിന്ന് പോയിക്കോളൂ എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങളുടെ കൂട്ടത്തിലെ വളരെ കുറച്ച് ആളുകളൊക്കെ അത് അംഗീകരിച്ചേക്കാം, ഭൂരിപക്ഷവും അത് അംഗീകരിക്കുമായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഗതിയാണ് നാട് വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നാടിനോടുള്ള സ്നേഹം. മാതാപിതാക്കളെ വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാകും. അതുപോലുള്ള ഒരു പ്രയാസമാണ് നാട് ത്യജിക്കണം, നാട് വിട്ടു പോകണം, ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് ഇതിന് സൂചനകൾ നമുക്ക് കാണാം. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തിന്റെ ക്രമം അല്ലാഹ് പറയാ. ഒന്നാമത്തത് ഇന്നല്ലദീന ആമനൂ, വിശ്വസിക്കുക. അതാണ് ആദ്യം ഉണ്ടാവേണ്ട സംഗതി. പിന്നെ മനുഷ്യൻ എന്തിനു തയ്യാറാകണം? വല്ലദീന ഹാജറൂ, ഹിജ്റ പോവുക, നാട് വിടുക. വിശ്വാസം ഉള്ള മനുഷ്യർക്ക്, ദൃഢമായ വിശ്വാസമുള്ളവർക്ക് അടുത്ത സ്റ്റെപ്പ് അത് അങ്ങനത്തെ ഘട്ടങ്ങളിൽ നാട് വിടാൻ പറയുന്നു. എന്തുകൊണ്ട്? നാട് വിടൽ നിർബന്ധമായ ഘട്ടം വരും. അതിനെക്കുറിച്ചെല്ലാം നമ്മളെ വിഷയം എന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഹിജ്റയുടെ തീരുമാനമാകുന്നു. അനിവാര്യമാകുന്ന ഘട്ടത്തിൽ ഹിജ്റ പോകേണ്ടി വരും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ ഹിജ്റ പോയത്. അപ്പൊ ആ ഹിജ്റ അത്രയും വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞു വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുക. ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്, അവർ അല്ലാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നവരാകുന്നു. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. അപ്പൊ ഈ നാടിനോടുള്ള സ്നേഹം, ജനിച്ച നാട് വിട്ടു പോവുക എന്നത് മനുഷ്യർക്ക് എന്തുകൊണ്ട് പ്രയാസമാകുന്നു എന്നത് ചോദിച്ചാൽ അവർക്ക് ആ നാടിനെ അത്രയും ഇഷ്ടമാകുന്നു എന്ന്. നാടിനെ അവർ അത്രയും സ്നേഹിക്കുന്നു. ആ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആ നാടിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ, ആ നാട് സംരക്ഷിക്കാൻ, ആ നാട്ടുകാർക്ക് വേണ്ടി സേവനം ചെയ്യാനൊക്കെയുള്ള മനുഷ്യന്റെ മനസ്സ് അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ മക്കയെ കാണാവുന്ന ദൂരം നിന്നപ്പോ മക്കയിൽ നിന്ന് പോയി മക്കക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണിയുണ്ട്. അത് പല രീതിയിൽ നമുക്കത് ചരിത്രത്തിൽ കാണാം. വലൗല അന്ന ഖൗമി അഖ്റജൂനി മിൻകി, ഏ മക്ക, എന്റെ സമൂഹമെങ്ങാനും, വലൗല അന്ന ഖൗമി അഖ്റജൂനി, എന്റെ സമൂഹമെങ്ങാനും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ മാ സക്കൻതു ഗൈറക, ഞാൻ വേറെ എവിടെയും പോയി താമസിക്കുമായിരുന്നില്ല. ഈ മക്കയിൽ താമസിക്കാൻ എന്റെ സമൂഹം, എന്റെ നാട്ടിലെ ആളുകൾ, ഖുറൈശികൾ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ മദീന എന്നൊരു നാട്ടിലേക്ക് ഞാൻ പോകുമായിരുന്നില്ല. എന്താ കാരണം? എനിക്ക് ഈ നാട് അത്രയും സ്നേഹപ്പെട്ട, ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട നാടാണ് ഇത് മക്ക. ഈ പ്രിയപ്പെട്ട മക്കയിൽ നിന്ന് ഞാൻ പോകുന്നത് എന്റെ ഇഷ്ടം കൊണ്ടല്ല, പിന്നെ ഈ നാട്ടുകാർ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ്, ഇവിടെ താമസിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ്. വലൗല അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഇവരെങ്ങാനും എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല എന്നാണ്. അപ്പോ ഒരു വിശ്വാസിക്ക് നാടിനോടുള്ള സ്നേഹം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. അത് ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചതല്ല. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈമാൻ കാര്യങ്ങൾ എത്രത്തോളം അവന്റെ ഹൃദയത്തിലേക്ക് രൂഢമൂലമായി വരുന്നോ അതുപോലെ അവന്റെ ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടുന്ന, പ്രകൃതിപരമായി തന്നെ അവന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന ഒരു വികാരമാണ് രാജ്യസ്നേഹം എന്നത്. പലപ്പോഴും ആളുകൾ രാജ്യസ്നേഹം തെളിയിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ അങ്ങനെ നമ്മുടെ നാട്ടില് അതൊരു ശൈലിയായി മാറിയിരിക്കുന്നു.
രാജ്യസ്നേഹം ചില സന്ദർഭങ്ങളിൽ നമ്മൾ പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വരിക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തോടുള്ള കൂറും ഇഷ്ടവും സ്നേഹവും ആ രാജ്യത്തിനോടുള്ള അതിനെ സംരക്ഷിക്കാനുള്ള അവന്റെ ത്വരയും ഒന്നും പുറമെ നിന്ന് ബാഹ്യമായ ഒരാൾ ഉണ്ടാക്കേണ്ട സംഗതിയല്ല. അത് അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ ഈമാനിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആൻ അത് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം അടിമത്തം ഒരിക്കലും ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയില്ല. അടിമയായി ജീവിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അവന്റെ അഭിമാനം മക്കയേക്കാൾ പവിത്രമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മക്കയേക്കാൾ പവിത്രമാണ്, മക്കയേക്കാൾ ശ്രേഷ്ഠമാണ് അവന്റെ അഭിമാനം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അഭിമാനമുള്ള അവന്റെ ഹൃദയം, അവന്റെ മനസ്സ്, അവന്റെ ശിരസ് ഒരാൾക്ക് മുമ്പിലും പണയം വെക്കാൻ, തലകുനിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്നതാണ്. ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് സ്വതന്ത്രരായിട്ടാണ്. ആരെയും മറ്റൊരാളുടെ അടിമയായി സൃഷ്ടിച്ചിട്ടില്ല. പണക്കാര് വിചാരിക്കും പണിക്കാരെല്ലാം പണക്കാരുടെ അടിമകളാണെന്ന് വിചാരിക്കുന്ന പണക്കാരുണ്ട്. നമ്മുടെ നാട്ടിലും പല നാടുകളിലും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സത്യത്തിൽ പണക്കാർക്ക് പണമുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ അടിമകളല്ല പണിക്കാർ. ദരിദ്രൻ ഒരിക്കലും ധനികന്റെ അടിമയല്ല. വിദ്യാഭ്യാസമുള്ളവരുടെ അടിമയല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവർ. വെളുത്തവന്റെ അടിമയല്ല കറുത്തവൻ. അത് ഇസ്ലാം നിരന്തരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഗതിയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, എപ്പോഴാ അംർ ഇബ്നു ആസ്, എപ്പോഴാ നിങ്ങൾ ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത്? എപ്പോഴാ നിങ്ങളൊക്കെ ഈ ആളുകളെ അടിമകളെ പോലെ കാണാൻ തുടങ്ങിയത്? എപ്പോഴാ? അടിമകളെ അക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമത്തം നിരോധിച്ചിട്ടില്ലെങ്കിലും അടിമത്തം നിരോധിക്കാൻ ആവശ്യമായ നിരവധി ഉപദേശങ്ങൾ, ഘട്ടം ഘട്ടമായി അത് സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി പോകാൻ ആവശ്യമായ മനഃശാസ്ത്രപരമായ, സാമ്പത്തിക ശാസ്ത്രപരമായ നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാണ് അടിമകളെ ശിക്ഷിക്കുമ്പോൾ തന്നെ റസൂൽ ചോദിക്കുന്നുണ്ട്, എപ്പോഴാ നിങ്ങൾക്ക് ജനങ്ങളെ അടിമകളാക്കാൻ അള്ളാഹു അധികാരം നൽകിയത്? അവരെയൊക്കെ അവരുടെ മാതാക്കൾ പ്രസവിച്ചത് സ്വതന്ത്രരായിട്ടല്ലേ, പിന്നെ നിങ്ങൾ എന്തേ ഇവർ അടിമകളാക്കാൻ തുടങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹബ്ബൽ അമാലി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അമലാണ് അൻ തുഖ്തിക റഖബതൻ, അടിമമോചനം എന്നത്. അടിമകളെ മോചിപ്പിക്കുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, ഈ വിശ്വാസികൾ ആകുക എന്നത് എളുപ്പമുള്ള പണിയല്ല. വിശ്വാസികളാവുക എന്നത് എളുപ്പമുള്ള ഒരു പണിയല്ല. കാരണം എന്താ? സമൂഹത്തിൽ ഉണ്ടാവേണ്ട ഇത്തരം ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, അവർ മലമ്പാത താണ്ടിക്കടന്നില്ല, ആ മലമ്പാത അവർ കയറിയില്ല. കാരണം അതൊരു എളുപ്പമുള്ള ക്ലേശകരമായ ഒരു പണിയാണ്. അതുകൊണ്ട് മലമ്പാത കടക്കാൻ അവർ ശ്രമിച്ചില്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ മലമ്പാത എന്താന്ന് നിനക്കറിയോ? ഒന്നാമതായിട്ട് പറഞ്ഞു, ഒരു അടിമനെ മോചിപ്പിക്കുക എന്നതാണ്. അപ്പൊ അടിമത്തത്തിലുള്ള ആളുകളെ മോചിപ്പിക്കുക. അടിമയായി കഴിയാനല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, സ്വതന്ത്രരായി കഴിയാനാണ്. ഈ ഒരു വികാരം അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഊട്ടപ്പെട്ടതാണ്. ഏതർത്ഥത്തിലാണെങ്കിലും ശരി, വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള സമൂഹത്തിൽ വിശ്വാസികൾ അടിമയായി ജീവിക്കേണ്ടവരല്ല അവിശ്വാസികൾ. ഒരു സമൂഹത്തിലും അടിമത്തം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളൊക്കെ ഈ ലോകത്തെ എല്ലാ മനുഷ്യനും മുസ്ലിങ്ങളായിരിക്കണം, എല്ലാവരും തൗഹീദിന്റെ ആളുകളായിരിക്കണം, എല്ലാവരും വിശ്വാസികളായിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് പിന്നെ അവിശ്വാസികൾ ഉണ്ടാവും. എല്ലാവരും വിശ്വാസികളാകുമായിരുന്നല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. വലൗ ശാഅ റബ്ബുക, നിന്റെ രക്ഷിതാവെങ്ങാനും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീആ, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും വിശ്വാസികളാകുമായിരുന്നു. എല്ലാവരും വിശ്വസിക്കുകയും, പക്ഷെ അള്ളാഹ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹു നബിനോട് ചോദിക്കുക, പിന്നെ നബിയെ നീ നിർബന്ധിക്കുകയാണോ?
ഈ ആളുകളൊക്കെയും വിശ്വാസികളാകണമെന്ന് നീ നിർബന്ധിക്കുന്നത് എന്തിനാ? അള്ളാഹ് അങ്ങനെ നിർബന്ധം വെച്ചിട്ടില്ലല്ലോ, പിന്നെ നിനക്കെന്തിനാ ഇങ്ങനെ നിർബന്ധിക്കേണ്ട കാര്യം? പരിശുദ്ധ ഖുർആൻ കുറെ സ്ഥലങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യ. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ ഒരു നിലക്കും മറ്റൊരാളുടെ കീഴിലായി അംഗീകരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നാമത് രാജ്യത്തിനോടുള്ള സ്നേഹം, മറ്റൊന്ന് രാജ്യത്തുള്ള ഓരോ മനുഷ്യനും സ്വതന്ത്രനായി ജീവിക്കണമെന്ന അവന്റെ ആഗ്രഹം. ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതൊന്നും തന്നെ ഒരു വിശ്വാസിക്ക് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരു ഗതികേട്, അടിമകളെ പോലെ 400 കൊല്ലം 400 കൊല്ലത്തോളം ഫിർഔന്റെ ഫറോവമാരുടെ ഹിബ്തികളുടെ അടിമയായി ജീവിച്ചിരുന്ന, അടിമകളെ പോലെ ജീവിച്ചിരുന്ന ബനൂ ഇസ്രായേലിയരെ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് പറയുന്നുണ്ട്, ഫിർഔനോട് പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉണ്ടാവേണ്ട പരിവർത്തനങ്ങൾ, സാമൂഹികമായി ഉണ്ടാവേണ്ട മാറ്റങ്ങളെ കുറിച്ച് പ്രവാചകന്മാർ അതാത് കാലത്ത് ജനങ്ങളെ ഉപദേശിച്ചിട്ടുണ്ട്. ഫിർഔന്റെ അടുത്ത് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയാ, മൂസാ നീയും നിന്റെ സഹോദരൻ ഹാറൂനും കൂടി എന്ത് ചെയ്യണം? ഫിർഔന്റെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഫിർഔന്റെ അടുത്തേക്ക് പോണം. എന്നിട്ട് എന്ത് പറയണം? നിങ്ങൾ രണ്ടുപേരും പറയണം, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഈ ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ എന്ന് നിങ്ങൾ അവരോട് പറയണം, രാജാവിനോട് പറയണം. അവിടെ നിർത്താനല്ല പറഞ്ഞത്, പിന്നെന്ത് പറയണം? അൻ അർസിൽ മഅനാ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിനെ ഞങ്ങളെ കൂടെ വിട്ടുതരണം. കാരണം അവരെ നിങ്ങൾക്ക് അടിമകളായി അടിമകളെ പോലെ കാണാനുള്ളവരല്ല, അവരെ സ്വതന്ത്രരായിട്ട് അള്ളാഹ് സൃഷ്ടിച്ചതാ. അതുകൊണ്ട് ഈ ബനൂ ഇസ്രായേലിയരായ ഈ ലക്ഷക്കണക്കിന് ആളുകളെ നൂറ്റാണ്ടുകളായി നിങ്ങൾ അടിമകളെ പോലെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. ഇനി അത് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വിട്ടുതരണം ബനൂ ഇസ്രായേലിയരെ എന്ന് നീ പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാ. അങ്ങനെ അവിടെ പോയി പറഞ്ഞു. അവിടെ പോയി പറഞ്ഞപ്പോ എന്താ ഫിർഔൻ പറഞ്ഞത്? അപ്പൊ നീ ഇതിന് മാത്രമായോ മൂസ എന്ന് ചോദിച്ചു. നീ ഇതിന് മാത്രം വളർന്നോ? നീ ആരായിരുന്നു? ഫിർഔൻ പറയാ, അലം നുറബ്ബിക ഫീനാ വലീദ, നീ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളല്ലേ വളർത്തിയത് മൂസ? ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഭക്ഷണം കഴിച്ച് ജീവിച്ചവനല്ലേ നീ? വലബിത്ത ഫീനാ മിൻ ഉമുരിക സിനീൻ, നിന്റെ കുട്ടിക്കാലത്ത് നീ എത്രയോ വർഷം ഈ കൊട്ടാര മുറ്റത്ത് ജീവിച്ചിട്ടില്ലേ മൂസ? പിന്നെ നിനക്ക് ഞങ്ങളോട് വന്ന് ഈ അടിമത്തത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടാനുള്ള ശക്തി എവിടുന്ന് കിട്ടി എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിർഔൻ ചോദിക്കുക. ഇത് പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം തന്നതല്ലേ നിനക്ക്, ഞങ്ങൾ സൗകര്യം ചെയ്തു തന്നതല്ലേ നിനക്ക്, ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ജീവിച്ചവനല്ലേ നീ എന്നൊക്കെയാണ് മൂസാ നബിയോട് ഫിർഔൻ ചോദിക്കുന്നത്. നമ്മളെ നാട്ടിലെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കലുണ്ടല്ലോ, ഞാൻ പണി തന്നിട്ടല്ലേ എനിക്ക് ജീവിക്കാൻ പറ്റണത്, ഞാൻ തന്ന 4 സെന്റിലല്ലേ ജീവിക്കണത്, ഇങ്ങനെ കുറെ ചോദ്യം ചോദിക്കുമല്ലോ അല്ലേ? ഫിർഔനോട് ചോദിച്ചപ്പോൾ മൂസാ നബി മറുപടി എന്താ അറിയോ? സംഗതി ശരിയാ, ഇങ്ങനത്തെ കുറെ നിയമത്ത് ഞങ്ങൾക്ക് നീ ചെയ്തു തന്നിട്ടുണ്ട്, കുറെ സൗകര്യങ്ങളൊക്കെ നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ഈ കൊട്ടാരത്തിലാണ് ജീവിച്ചത്, നിന്റെ ഔദാര്യത്തിൽ തന്നെയാണ് ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞത്, ശരിയാ, അതൊക്കെ ശരിയാ. പക്ഷേ അതിന്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു? ബനൂ ഇസ്രായേലിനെ നിങ്ങൾ അടിമകളാക്കി വെച്ചതുകൊണ്ട്. ബനൂ ഇസ്രായേലിനെ നിങ്ങൾ അടിമകളാക്കി വെച്ചു. ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ പ്രസവിക്കുമ്പോ ഞങ്ങളുടെ ആൺകുട്ടികളെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് ചില സംഗീതങ്ങൾ ചെയ്യേണ്ടി വന്നു. അത് നിന്റെ ഔദാര്യമാണോ? നിങ്ങൾ ഉണ്ടാക്കിയ നിയമത്തിന്റെ പ്രശ്നമല്ലേ അത്? ഞങ്ങൾ അടിമകളായി കണ്ടത് കൊണ്ടല്ലേ എനിക്ക് നിന്റെ കൊട്ടാരത്തിൽ ജീവിക്കേണ്ടി വന്നത്? അതൊരു ഔദാര്യമായിട്ടാണോ ഫിർഔനെ നീ പറയണത് എന്ന് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ചുരുക്കി പറഞ്ഞാൽ ഈ അടിമത്തത്തെ, എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളെയും, എല്ലാ തരത്തിലുള്ള അവഗണനകളെയും, എല്ലാ തരത്തിലുള്ള അഭിമാനക്ഷതങ്ങളെയും
ഇസ്ലാം നിരാകരിക്കുന്നു എന്നത്. അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജീവിക്കാൻ പറ്റുക, നാട്ടിലെ ഓരോ മനുഷ്യനും അതിനുള്ള സൗകര്യങ്ങളും അന്തസ്സും ഉണ്ടാകുക, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുക, അതൊരു വിശ്വാസിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഒരു വിശ്വാസിയുടെ നയം തീരുമാനിക്കുന്നത്, അവന്റെ നിലപാട് തീരുമാനിക്കുന്നത്, അവന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധ ഖുർആനിലെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ്. രാജ്യത്തിനോടുള്ള സ്നേഹം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം, ഇതൊക്കെ വിശ്വാസികൾ ആർജിച്ചെടുക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉപദേശം കേട്ടിട്ടല്ല, മറിച്ച് ഇസ്ലാമികമായ പാരമ്പര്യവും ഇസ്ലാമിക പ്രമാണങ്ങളും മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് അതിശക്തമായി മുൻപന്തിയിൽ നിന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചത്. മുൻപന്തിയിൽ നിന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്. നമ്മൾ ഇസ്ലാമിന്റെ ഈ ഇന്ത്യ ചരിത്രം ശരിക്കും പഠിച്ചാൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പഠിച്ചാൽ മുസ്ലിങ്ങൾ പിന്നിലായിരുന്നില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പിന്നിൽ നിന്നല്ല മുസ്ലിങ്ങൾ സമരം ചെയ്തിരുന്നത്. മുസ്ലിങ്ങളായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്, അവരായിരുന്നു നേതാക്കന്മാർ, അവരായിരുന്നു നേതൃത്വത്തിലുണ്ടായിരുന്നത്, അവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിച്ചത് എന്ന് നമുക്ക് പറയാം. നാളെ നമ്മുടെ രാജ്യം 80-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാം. അപ്പൊ 80-ാം വർഷം ആഘോഷിക്കുമ്പോൾ, 80-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പണിയെടുത്ത നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടു കൂടി ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് അഭിമാനം ഉണ്ടാവണം? ഇവിടെ എല്ലാ ആളുകൾക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് ഏറിയ ഒരു 100 കൊല്ലത്തെ ചരിത്ര. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വരെയുള്ള ആ കാലം ഒരു 90 വർഷം അല്ലെ 100 വർഷം പറയാം. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഈ 1857 മറിച്ച് എന്നാണോ വിദേശികൾ ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ കാലുകുത്തിയത് അന്ന് മുതൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കാലുകുത്തിയത് ഇവിടെ നമ്മൾ ഈ കൊയിലാണ്ടിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ നമ്മളെ തൊട്ടപ്പുറത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താ. അവിടെ വന്നിരുന്ന പോർച്ചുഗീസുകാർ വന്നത് 2 ഉദ്ദേശം വെച്ചിട്ടാ. ഒന്ന്, ഇവിടെ ഉണ്ടായിരുന്ന അറബികളുടെ കച്ചവടം മുടക്കുക, അറബികൾ നടത്തിയിരുന്ന കച്ചവടത്തിന്റെ അവകാശം അവർക്ക് തിരിച്ചു കിട്ടണം, അവർക്ക് കിട്ടണം. രണ്ടാമത്തത്, അവരുടെ മതം ഇവിടെ പ്രബോധനം ചെയ്യണം. അതിനുവേണ്ടി നിരന്തരമായ പോരാട്ടങ്ങളാണ് നടന്നത്. 1498 മുതൽ ആ പോരാട്ടം നമ്മുടെ സമുദ്രതീരങ്ങളിൽ ഉടനീളം ഉണ്ടായി. ഈ കാപ്പാടും കൊല്ലവും അതുപോലെ വടകരയും പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കടലോരങ്ങളിലേക്ക് പോയാൽ അതിന്റെ അടയാളങ്ങൾ നമുക്ക് ഇപ്പോഴും അവിടെ കാണാം. ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ ഒരു കാരണവരോട് സംസാരിച്ചു. അദ്ദേഹമൊക്കെ അതൊക്കെ ഓർമ്മ അയവിറക്കിക്കൊണ്ടിരിക്കുക. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികന്മാർ ചെയ്ത സമരത്തിന്റെ ത്യാഗം, ആ ത്യാഗം ഉള്ള സമരത്തിന്റെ ഓർമ്മ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ കുത്തുപേർ കിട്ടുമ്പോൾ അതൊക്കെ പറയണമൊക്കെ നമ്മൾ വേറെ കേട്ടൂടെ എന്നാ. അത് കേൾക്കണില്ല. അപ്പൊ ഇവിടുന്നു നമ്മുടെ പൂർവികന്മാർ ചെയ്ത സമരം അത് നമ്മൾ ഓർക്കണം. അവർ ചെയ്ത ത്യാഗം, അവര് നമ്മുടെ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യ ദിനം ആചരിക്കാനും ആഘോഷിക്കാനുള്ള അവസരം അവരുണ്ടാക്കി തന്നതാ. അല്ലെങ്കിൽ നമ്മൾ ഇന്നും ബ്രിട്ടീഷുകാരുടെയോ മറ്റേ ഏതെങ്കിലും രാജ്യക്കാരുടെയോ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുമായിരുന്നു, ഇന്ന് പല രാജ്യങ്ങളിലും ചെയ്യുന്നത് പോലെ. അവരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിരന്തരമായ പോരാട്ടങ്ങൾ, 100 കൊല്ലത്തിലധികം നീണ്ട സുദീർഘമായ പോരാട്ടമാണ് കുഞ്ഞാലിമരക്കാരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും നാവികപ്പടയും ചെയ്തത്. 100 കൊല്ലം. 1600-ൽ അവസാനത്തെ കുഞ്ഞാലിമരക്കാരായിരുന്ന മുഹമ്മദ് അലി കുഞ്ഞാലിമരക്കാരെ കൊല്ലുന്നത് വരെയും അത് പരമ്പരയായിട്ട് 100 കൊല്ലത്തോളം അവർ ആ സമരം തുടർന്നു. അങ്ങനെ ഓരോ സ്ഥലത്തെടുത്ത് നോക്കിയാൽ, ഉത്തരേന്ത്യയിലാണെങ്കിലും
ബംഗാൾ നവാബിനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയിട്ടാണ് അധികാരത്തിലേറുന്നത്. അപ്പൊ ഈ അധികാരം മുഴുവൻ നഷ്ടപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഉത്തരേന്ത്യ ഭരിച്ചിരുന്നതും ഈ ദക്ഷിണേന്ത്യ ആണെങ്കിലും നമ്മുടെ മലബാർ ഭാഗമാണെങ്കിലും ഒക്കെ മുസ്ലിങ്ങൾക്ക് നല്ല ആധിപത്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്നാണ് ഈ വിദേശികൾ ആക്രമിക്കുകയും ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അത്രയും ശക്തമായ പോരാട്ടം അക്കാലത്തുണ്ടായത്. അപ്പൊ ഈ പോരാട്ടങ്ങളുടെ ഒക്കെ മുമ്പിൽ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആചരിക്കേണ്ടതും അത് വേണ്ട രീതിയിൽ അതിന് അഭിമാനത്തോടു കൂടി അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതും നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. മുസ്ലിങ്ങൾ കൂടി അതിന് മുന്നിട്ടിറങ്ങേണ്ട കാര്യമാണ്. നമ്മളെ രാജ്യത്തോടുള്ള സ്നേഹം, രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളോടുള്ള സ്നേഹം, അതിന് മൂല്യങ്ങളോടുള്ള സ്നേഹം, അതൊക്കെ ഒരു വിശ്വാസി അവന്റെ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ നേരത്തെ തന്നെ ഉദ്ധരിച്ചത്. ഇതൊക്കെ നമ്മളെ പൂർവികന്മാർക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരങ്ങളിനെ മൗലാന അബുൽ കലാം ആസാദിനെ പോലെയുള്ളവര് അദ്ദേഹം ചെറുപ്പത്തിൽ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പരിപൂർണമായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് വിവർത്തനം ചെയ്യുകയും ചെയ്ത മഹാപണ്ഡിതനാണ് അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഒന്നാലോചിച്ച് നോക്കി, ഒരു വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഒരു മുസ്ലിമായ ഒരാൾ വരിക, നമുക്ക് ഇന്നത്തെ കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ അവര് പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ അതിന് മാത്രം പഠിക്കുകയും അതിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപന്തിയിൽ അവർ നിൽക്കുകയും ചെയ്തു. അവരുയർത്തിയ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ഉയർന്നത് കേട്ടിരുന്ന മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്, ഈ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കാരുണ്ടാക്കിയത് ആദ്യം അബുൽ കലാം ആസാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുമ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങുന്നത് 1942. ആ ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ആ മുദ്രാവാക്യം കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ അങ്ങനെ വളരെ അധികം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നണിയിൽ നിന്ന് സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം വാങ്ങിത്തന്നിട്ടുള്ള നമ്മൾ പൂർവികന്മാർ, അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ ആദർശബോധം അത് നമ്മളും ഉയർത്തിപ്പിടിച്ചേ തീരൂ. ഈ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടവരല്ല മുസ്ലിങ്ങൾ. സമൂഹത്തിലെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ട്, സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട്, രാഷ്ട്രീയമാണെങ്കിലും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെയും എല്ലാറ്റിലും നിന്ന് അതിലൊക്കെ ഇസ്ലാമിന്റെ മാതൃകയുണ്ട്. അതൊക്കെ ഇസ്ലാമിൽ നിന്ന് നമുക്ക് അതിന്റെ മാതൃകകൾ തെരഞ്ഞുപിടിക്കാൻ സാധിക്കും. അല്ലാതെ ഇതൊക്കെ ഒറ്റപ്പെട്ട് വെറും പള്ളികളിൽ തന്നെ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അവിടെ നിസ്കാരം നോമ്പല്ലാത്തൊന്നും പള്ളി എന്ന് പറയാൻ പാടില്ല, അതല്ലാത്തതൊന്നും ദീനിൽപ്പെട്ടതല്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതൊക്കെ ദീൻ തന്നെയാണ്, ഇതൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഖുർആനിൽ നിന്ന് ഹദീസിൽ. അബുൽ കലാം ആസാദിനെ പോലുള്ള ആളുകളൊക്കെ ഖുർആനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രചോദനം കൊണ്ടാണ് അവർ മുമ്പിൽ നിൽക്ക് ഈ സമരം നയിച്ചതും അവര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നതും. അത്തരം കാര്യങ്ങൾ ചരിത്രം നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കണം. നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കുകയും വേണം. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കലക്ഷന് KNMന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദീന്റെ സംസ്ഥാന അടിസ്ഥാനത്തിൽ നമ്മൾ പള്ളി കലക്ഷൻ എടുത്ത് ദുർബലരായിട്ടുള്ള പള്ളികൾ, പ്രയാസം അനുഭവിക്കുന്ന ദരിദ്ര അവസ്ഥയിലുള്ള പള്ളികളെ സഹായിക്കാൻ വേണ്ടി ഉള്ളൊരു ഫണ്ടാണ്. ആ ഫണ്ടിലേക്ക് പരമാവധി നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു പ്രയാസം ദൂരീകരിച്ച് കൊണ്ടുപോകുമാറാകട്ടെ. അതുപോലെ എല്ലാത്തരം വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു എല്ലാത്തും ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. السلام عليكم.